ഹായ്. അപ്പം നമ്മുടെ മുമ്പ് അപ്ലോഡ് ചെയ്ത COCൻ്റെ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണത്. അപ്പം പാർട്ട് 1 കാണാത്തവരെല്ലാവരും ആദ്യം പാർട്ട് 1 കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരാം. ഇതതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഞാനിവിടെ പാർട്ട് 1 ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പം കാണാത്തവരൊക്കെ പോയി കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. അങ്ങനെ നമ്മുടെ പ്രീസി ട്രെയിനിങ്ങും പിന്നെ അതുപോലെ കാഡറ്റ്ഷിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും ചില്ല് ചെയ്യാനും കമ്പനിക്കാരുടെ കൂടെ കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ. ദോശ തിന്നാൻ കാശിനായി തപ്പി നോക്കി കീശ. അങ്ങനെ വെക്കേഷൻ ടൈം കഴിഞ്ഞു. ഇനി അഗെയിൻ ബാക്ക് ടു വാർ. ഈ കോമ്പറ്റൻസി എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ്. ഈ COC കിട്ടുന്നതിൻ്റെ മുന്നേ ഉള്ള, അതായത് ഈ COCക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോമ്പറ്റൻസി എക്സാമും കൂടി ഇനി പാസ്സാവണം. അങ്ങനെ കോമ്പറ്റൻസി എക്സാം എന്ന് പറയുന്നത് നമുക്ക് 3 ഫംഗ്ഷനാണുള്ളത്. ഈ 3 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പേപ്പർ ഉണ്ടാവും റിട്ടേൺ ആയിട്ട്. അതായത് 6 പേപ്പർ റിട്ടേൺ എക്സാമും പിന്നെ ഈ 3 ഫംഗ്ഷൻ്റെ 3 ഓറൽ എക്സാമും. അങ്ങനെ മൊത്തം ഈ 9 എക്സാമാണ് ഈ കോമ്പറ്റൻസി എക്സാം എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് STCW അഡ്വാൻസ്ഡ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോഴ്സ് ചെയ്യാണ്ട്. അതിൻ്റെ ബേസിക് കോഴ്സസ് നമ്മൾ പ്രീസി ട്രെയിനിങ്ങിൽ നമ്മൾ അമറ്റെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സസ് ആയിട്ടുള്ള ഒരു 6 കോഴ്സ്, ഈ 6 കോഴ്സ് നമുക്ക് ചെയ്യാണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മാരിടൈം കോളേജ് പോയി ചെയ്യാം. ഞാൻ കോയമ്പത്തൂർ പോയിട്ട് ചെയ്തിരുന്നത് C സ്കിൽസ് പോയിട്ട്. അങ്ങനെ അവിടെ ഈ 6 കോഴ്സ് ചെയ്യണം. പിന്നെ ഈ 6 കോഴ്സ് കഴിഞ്ഞിട്ട് 6 എക്സിറ്റ് എക്സാമും ഉണ്ടാവും. ഈ ഓരോ കോഴ്സ് കഴിയുമ്പോഴും അതിൻ്റെ എക്സിറ്റ് എക്സാമും നമ്മൾ പാസ്സാവണം. ഇത് കൂടാണ്ട് ഒരു കോഴ്സും കൂടി ഉണ്ടായിരുന്നു. ആ കോഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ടഫായിട്ടുള്ള കോഴ്സും അതായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GMDSS എന്ന് പറയും കോഴ്സ്. അതൊരു 3 ആഴ്ചത്തെ കോഴ്സാണ്. അത് 2 ആഴ്ച കോഴ്സും ഒരാഴ്ച എക്സാമുമാണ്. അത് ഭയങ്കര ടഫായിരുന്നു ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അത് അങ്ങനെ ടഫാക്കാൻ അതിനൊരു കാരണമുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിനെ മാറ്റർ ചെയ്യുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കാരണം നമ്മുടെ ഷിപ്പ് അപകടത്തിലാവുമ്പോൾ അല്ലെങ്കിൽ ഷിപ്പിന് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ അപകടത്തിലാണെന്ന് വേറൊരാളെ അറിയിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഷിപ്പിൻ്റെ ഉള്ളിൽ കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ സാറ്റലൈറ്റ് വഴിയും അങ്ങനെ ഈ ഷോറിലുള്ള ആൾക്കാരും പിന്നെ അടുത്തുള്ള ഷിപ്പിലും പിന്നെ അതേപോലെ തന്നെ ഈ നേവൽ ഫോഴ്സസിനൊക്കെ നമ്മുടെ ഈ റിസ്ക്, നമ്മുടെ ഡേഞ്ചറിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സും അതിന് ഉപയോഗിക്കേണ്ട കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ GMDSS ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, GOC എന്ന് പറഞ്ഞിട്ടുള്ള. ആ ഒരു സർട്ടിഫിക്കറ്റ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ അടുത്തുനിന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കോഴ്സാണത്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് ടഫായിട്ടുള്ളൊരു കോഴ്സാണ് അത്. ഈ കോഴ്സ് ഞാൻ എൻ്റെ പ്രീസി ട്രെയിനിങ് ഞാൻ ചെയ്ത മറ്റും തന്നെ ഞാൻ ഈ കോഴ്സും ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ അവിടെ പോയിട്ട് ഈ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഇതിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ ഈ ഒരു എക്സാം ഞാൻ ഈ ഒരാഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ എക്സാമിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫസ്റ്റ് ദിവസം പാസ്സായി, 2ാമത്തെ ദിവസം പാസ്സായി, 3ാമത്തെ ദിവസം ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വട്ടം വന്നിട്ട് ഫസ്റ്റ് തൊട്ട് പിന്യൂ എഴുതണം. അതായത് നമ്മൾ പാസ്സായതൊന്നും അവിടെ ഉണ്ടാവില്ല, നമ്മൾ കംപ്ലീറ്റ്ലി റീസെറ്റ് 0 ആയി. അപ്പം അത് ആ എക്സാം കംപ്ലീറ്റ് കഴിയണ വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അത് കഴിഞ്ഞ് മാഷാ അല്ലാഹ് അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഈ GOC വീട്ടിലേക്ക് വന്ന് അങ്ങനെ ഫസ്റ്റത്തെ ലൈസൻസ് കയ്യിൽ കിട്ടി. അങ്ങനെ GMDSS എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാനുള്ള ലൈസൻസായി. പക്ഷേ ഷിപ്പിൽ സെയിൽ ചെയ്യാണ്ട് ഷിപ്പ് നാവിഗേറ്റ് ചെയ്യാൻ പറ്റാത്തവരാക്കി ഈ ലൈസൻസിനോണ്ട് വലിയ ഒരു ഉപയോഗവും ഇല്ലല്ലോ. അപ്പോൾ ഇനി അടുത്തതാണ് നമ്മുടെ മെയിനായിട്ടുള്ള COC, സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സുകളും എക്സാമുകളൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ട്, കാരണം ഈ എക്സാം ഒന്നും എല്ലാ മന്തിലും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ കോഴ്സും നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പോൾ അതും നമുക്കിഷ്ടമുള്ള ടൈമിലൊന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പം എക്സാമിൻ്റെ ഡേറ്റും പിന്നെ അതിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള ഡേറ്റും പിന്നെ അതായത് കോഴ്സിൻ്റെ ബുക്കിംഗ് കിട്ടുന്ന ഡേറ്റും ഒക്കെ കൂടി നമ്മൾ നോക്കിയിട്ട് നല്ല രീതിക്ക് പ്ലാൻ ചെയ്യണം. എന്നിട്ട് നല്ല രീതിക്ക് പ്ലാൻ ചെയ്താലേ നമുക്ക് ഒരു ഷോർട്ടസ്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കോഴ്സും എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കറക്റ്റ് 1 ഇയർ എടുത്ത് ഈ കോമ്പറ്റൻസി എക്സാം ക്ലിയർ ചെയ്യാൻ. എക്സാംസ് ആദ്യം 6 റിട്ടൺ എക്സാം 6 ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത്. അങ്ങനെ ഒരു ജൂലൈയിലാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എടുത്തത്. എഴുതിയ 2 പാസ്സായി. പിന്നെ അടുത്ത ഒരു സബ്ജക്റ്റ് അടുത്ത അറ്റംപ്റ്റ് എടുത്ത് അതും പാസ്സായി. പിന്നെ ബാക്കിയുള്ള 3 സബ്ജക്റ്റ് മൂന്നാമത്തെ അറ്റംപ്റ്റ് അതും ഫസ്റ്റ് ടൈം തന്നെ പാസ്സായി. അങ്ങനെ റിട്ടേൺസൊക്കെ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 6 റിട്ടേൺസും ക്ലിയർ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടിയ തന്നെ ഗ്യാപ്പിൽ ഞാൻ കോഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടായിരുന്നു. അതും എക്സിറ്റ് എക്സാമൊക്കെ ഫെയിലാവാണ്ട് തന്നെ ക്ലിയർ ആയി. അങ്ങനെ എല്ലാം ഇങ്ങനെ അടിപൊളിയായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഓറൽസ് കയറി വന്നത്. ഓറൽസ് പിന്നെ സീനിയേഴ്സൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, നല്ല പണിയാണ്. കാരണം നമുക്ക് നോളജ് മാത്രം ഉണ്ടായ പോരാ, നമ്മൾ ലക്കും കൂടി വേണമെന്ന്. കാരണം ഇത് ഒരു സർവേയർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക ചെയ്യുക. 2 സർവേയർ ഉണ്ടാവും, ഒരു എക്സ്റ്റേണൽ ഒരു ഇൻറ്റേർണലും ഉണ്ടാവും. അതിൽ എക്സ്റ്റേണൽ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും, ലാസ്റ്റ് ഇൻറ്റേർണൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇൻറ്റേർണലാണ് നമ്മൾ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ അവരെ മൂഡ് അനുസരിച്ചിട്ടും അവർക്ക് എന്താണോ തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ പഠിച്ചു പോയിട്ട് നമ്മളോട് ചോദിച്ചു കൊടുക്കണം തന്നെ 2 അറിയാത്ത ക്വസ്റ്റ്യൻ മേലാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിലയിരുത്ത് നമുക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ലെവലിലാണ്. അപ്പോൾ നല്ല ലക്ക് ഫാക്ടറും കൂടി ഉള്ളൊരു സംഭവമാണ് ഈ ഓറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓറൽസ് നല്ല പേടിയുണ്ടായിരുന്നു. റിട്ടേൺസ് പിന്നെ നമുക്ക് പഠിച്ചാൽ കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ റിട്ടേൺസ് നമുക്ക് പാസ്സാവാം. കാരണം റിട്ടേൺ എക്സാമാണ്, പിന്നെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ഇരുന്ന് മെനക്കെട്ട് പഠിച്ചാൽ. പക്ഷേ ഓറൽസ് അങ്ങനെയല്ല, നമ്മുടെ ടൈമും കൂടി ശരിയാവണം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഫംഗ്ഷൻ 2ഉം ഫംഗ്ഷൻ 3യും ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫംഗ്ഷൻ 2ഉം ഫംഗ്ഷൻ 3യും ഓൾറെഡി റിട്ടേൺ എക്സാമിന് ഇരുന്ന് പഠിച്ചതാണ്. അപ്പോൾ ഒരു റിവിഷൻ പോലെ ഞാൻ രണ്ടാമതൊന്നും കൂടി പഠിക്കാൻ തുടങ്ങി. പിന്നെ ഓറൽസിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല രീതിക്ക് ഇരുന്ന് പഠിച്ച് റിട്ടേൺസിന് പഠിച്ച പോലെ തന്നെ നല്ല രീതിക്ക് ഇരുന്ന് പഠിച്ച് ഞാൻ എക്സാമിന് പോയി. അങ്ങനെ ഞാൻ കയറി. ഈ എക്സാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഓഫ്ലൈൻ ആയിരുന്നു എക്സാം. ഇപ്പോൾ കൊറോണ ആയതിന് ശേഷം ഇവർ കൊറോണയിൽ ഓഫ്ലൈൻ എക്സാം നടത്താൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഓൺലൈൻ ആക്കിയിരുന്നു എക്സാം, അതായത് കമ്പ്യൂട്ടറിൽ. അപ്പം പിന്നെ കൊറോണയ്ക്ക് ശേഷവും പിന്നെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ ഓഫ്ലൈൻ അല്ല, ഓൺലൈനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ നമ്മൾ MMDയിൽ പോകണം, അതായത് ഇവിടെ കൊച്ചിയിൽ MMD വർക്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് വേണം എക്സാം ചെയ്യാൻ. അവിടുത്തെ കമ്പ്യൂട്ടറിൽ വേണം നമ്മൾ ഈ എക്സാം ചെയ്യാൻ. അങ്ങനെ ഞാൻ അവിടെ കൊച്ചിയിൽ പോയി. അങ്ങനെ ഞാൻ കയറി ഒരു എക്സ്റ്റേണൽ ഇൻറ്റേർണൽ വന്ന്. അങ്ങനെ എക്സ്റ്റേണലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച് പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്ത് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. കുറേ ചോദ്യം ചോദിച്ച് എനിക്ക് കുറേയൊക്കെ പറയാൻ പറ്റി, കുറേയൊക്കെ പറയാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് തോന്നി എനിക്ക് അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇൻറ്റേർണൽ വന്ന് ഇൻറ്റേർണൽ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇൻറ്റേർണൽ കുറേ ചോദ്യം ചോദിച്ചു. എക്സ്റ്റേണലിൻ്റെ അടുത്ത് എനിക്ക് കുറേ എണ്ണം പറയാൻ പറ്റിയില്ല, കുറേ എണ്ണം എനിക്ക് പറയാൻ പറ്റി. പിന്നെ ഇൻറ്റേർണൽ വന്ന് കുറേ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഇൻറ്റേർണലിൻ്റെ അടുത്ത് ഞാൻ നല്ല അടിപൊളിയായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ഫംഗ്ഷനെങ്കിലും എനിക്ക് തരും എന്നുള്ള. അങ്ങനെ ഇൻറ്റേർണൽ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അബ്സാർ യു ആർ ബോത്ത് ഫെയിൽഡ് കം അഗെയിൻ എന്ന് പറഞ്ഞു, ലോഗ് ഔട്ട് എന്ന് പറഞ്ഞു. അത് ഞാനിപ്പോഴും മറക്കൂല ആ ഒരു വാക്ക്. അന്ന് ഞാൻ കരഞ്ഞിട്ടാണ് ബസ്സിൽ വീട്ടിലേക്ക് വന്നത്. ആ ഒരു തോൽവിക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ തോൽവിയാണത് എക്സാമിൽ. അങ്ങനെ എൻ്റെ അംഗനവാടി തൊട്ടിട്ട് 24ാമത്തെ വയസ്സ് വരെ ഞാൻ കൊണ്ടു നടന്നതിൻ്റെ സ്ട്രീക്ക് ഞാൻ അന്ന് പൊട്ടിച്ച് ഡബിൾ തോൽവിയായിട്ട് കരഞ്ഞ് വീട്ടിലേക്ക് വന്ന്. ഞാൻ അന്ന് കരച്ചിൽ വരാൻ ഒരു കാരണമുണ്ട്. കാരണം തോറ്റതിനോണ്ടല്ല, എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി എന്നെക്കൊണ്ട് അത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എൻ്റെ ബെസ്റ്റ് ഇട്ടിട്ടും എൻ്റെ ഒരു ഭാഗ്യമില്ലായ്മ കൊണ്ട് കിട്ടാണ്ട് വന്ന്. ഉത്തരം പറഞ്ഞിട്ടും എനിക്ക് പുള്ളിക്കാരൻ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് 2 തരാൻ പറ്റില്ല, തോറ്റ് ഈ പിന്നെയും പോകാമെന്ന് പറഞ്ഞിട്ടിപ്പോൾ അങ്ങോട്ട് തകർന്നു പോയി ഞാൻ. അതിൽ ഞാനിങ്ങനെ ആലോചിക്കും, എന്നെക്കൊണ്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഉത്തരം പറഞ്ഞിട്ടും
തോക്കണ അവസ്ഥ എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താ ചെയ്യാൻ. ഇങ്ങനെ കുറേ ചിന്തയിലായിപ്പോയി ഞാൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് റിക്കവറായി ഞാൻ ഓക്കെ അടുത്ത അറ്റംപ്റ്റിന് പോകാമെന്ന് വിചാരിച്ച്. അടുത്ത അറ്റംപ്റ്റ് ഇതേ ഫംഗ്ഷൻ തന്നെ ഞാൻ കൊടുത്ത്. ഫംഗ്ഷൻ 1 പോയില്ല, ഫംഗ്ഷൻ 2ഉം 3ഉം തന്നെ പിന്നെയും കൊടുക്കാൻ നിന്ന്. അങ്ങനെ ആ തോൽവിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ പിന്നെയും പഠിച്ചത് തന്നെ പിന്നെയും റിവൈസ് ചെയ്ത് പിന്നെയും പഠിച്ച് ഞാൻ പിന്നെയും പോയി, പിന്നെയും തോറ്റ്. പച്ചവെള്ളം പോലെ അരച്ച് കലക്കി കുടിച്ചിട്ടും ഞാൻ അവിടെ പോയിട്ട് ആ പുള്ളിക്കാരനോട് ചോദിക്കുന്നത് ഞാൻ ഇന്നേ വരെ കേൾക്കാത്ത സാധനങ്ങൾ. എവിടെ നിന്നാണോ പുള്ളി ചോദിക്കുന്നതെന്ന് ഒരു അന്തം കിട്ടണില്ല എനിക്ക്. പുള്ളി എനിക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളൊരു ലെവലിൽ ചോദിക്കുന്ന പോലായി പുള്ളിൻ്റെ ചോദ്യങ്ങൾ. കാരണം ഒരു ഫംഗ്ഷൻ 2 ഫംഗ്ഷനെ ഞാൻ കൊടുത്തിന്. ഒരു ഫംഗ്ഷനെ ഞാൻ നല്ല രീതിക്ക് പെർഫോം ചെയ്ത്. രണ്ടാമത്തെ ഫംഗ്ഷനിൽ പുള്ളിക്കാരൻ ചോദിച്ചൊരു ഫസ്റ്റത്തെ ഒരു 2 ചോദ്യം എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ പറഞ്ഞ് ഈ ഫംഗ്ഷൻ ഈ പേരിന് കൊടുത്താലേ പഠിച്ചില്ലല്ലേ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പുള്ളിക്കാരനൊരു പുച്ഛഭാവമായി. അങ്ങനെ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞ ക്യാപ്റ്റനാണ്. ഇവർക്ക് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് അറിയാം എന്ത് ചോദിച്ചിട്ട് ഈ കുട്ടികളെ കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ പുള്ളിക്കാരൻ പിന്നെ അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. എനിക്കൊന്നും പറയാൻ പറ്റണില്ല. പുള്ളിക്കാരൻ പിന്നെ എനിക്ക് തരാൻ വിചാരിച്ചില്ല ഫംഗ്ഷൻ. അങ്ങനെ പുള്ളിക്കാരൻ അതെന്നെ തോപ്പിച്ച്. പക്ഷേ ഇപ്രാവശ്യം വരുമ്പോൾ ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഈ പുള്ളി. അങ്ങനെ ഞാൻ ആ ഒരു ചെറിയൊരു സന്തോഷത്തിൽ ഞാൻ പിന്നെ വീട്ടിലേക്ക് വന്ന്. ഈ രണ്ടാമതും തോറ്റ സാധനം ഇനി എങ്ങനെ പഠിക്കേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. 2 വട്ടം തല കുത്തി പറഞ്ഞ് പഠിച്ചിട്ടും കിട്ടില്ല. പിന്നെ ഞാൻ ആ ഫംഗ്ഷൻ 2ഉം ഫംഗ്ഷൻ 3ഉം വിട്ട്. പിന്നെ ഞാൻ ഫംഗ്ഷൻ 1 പോയി. പുതിയ ഫംഗ്ഷൻ 1 ആണ് ഈ 3 ഫംഗ്ഷനിൽ ഏറ്റവും ടഫായിട്ടുള്ള ഫംഗ്ഷൻ. അങ്ങനെ അതിൻ്റെ ഒരു ഫ്രഷ് അറ്റംപ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് 3ാമത്തെ ഓറൽസിൻ്റെ അറ്റംപ്റ്റ് ഞാൻ ഫംഗ്ഷൻ 1 കൊടുത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഫംഗ്ഷൻ 1 ഞാൻ പാസ്സായി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ലൈഫിൽ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ടിക്കണമെന്നുണ്ടെങ്കിലോ ആ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട് നമുക്ക് അപ്പം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് അതിൻ്റെ ആ ഒരു കിട്ടാണ്ട് വന്ന ആ ഒരു എഫേർട്ടിൻ്റെ ആ ഒരു പ്രതിഫലം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കിട്ടും. അതിൻ്റെ വലിയൊരു എക്സാമ്പിൾ ആയി ആ ഒരു ടഫായിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായത്. എനിക്ക് അന്ന് അത് കറക്റ്റ് ഫീൽ ചെയ്ത്. കാരണം ഞാൻ 2ക്കും 3ക്കും കൊടുത്ത എഫേർട്ട് എനിക്ക് 1ന് കൊടുക്കാൻ അത്ര സമയം കിട്ടിയിട്ടുള്ളൂ. ഇനി അത് കൊടുത്തിട്ടില്ല ഞാൻ. പക്ഷേ അത്ര ടഫായിട്ട് ആ ഫംഗ്ഷൻ 1 ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായത്. ആ 2ക്കും 3ക്കും ഞാൻ കൊടുത്ത എഫേർട്ടിൻ്റെ ഒരു പ്രതിഫലം പഠിച്ചവൻ ആ ഒരു രീതിക്ക് തന്നതായിട്ട് എനിക്കത് ശരിക്കും അത് ഫീൽ ചെയ്തത്. അങ്ങനെ ആ ഫംഗ്ഷൻ 1 കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അവിടെയുള്ള നമ്മളെ MMDൻ്റെ മുന്നിലൊരു ക്യാൻറ്റീനുണ്ട്. ആ ക്യാൻറ്റീനിലുള്ള എല്ലാവർക്കും ഒരു ലൈമും അതൊക്കെ വാങ്ങിക്കൊടുത്ത് അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ബസ്സിൽ നല്ല ഇയർഫോണൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടിട്ട് നല്ലൊരു ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് വന്നു. അങ്ങനെ 2023 ഏപ്രിലിൽ തുടങ്ങിയ എൻ്റെ ഈ എക്സാമിൻ്റെ പിന്നിലുള്ള ഓട്ടം 2024 ഏപ്രിലായി. 2024 ഏപ്രിൽ 8-ാം തീയതി ഞാൻ ആ 2 വട്ടം തോറ്റ ഫംഗ്ഷൻ 3 ഞാൻ 3ാമത്തെ വട്ടം കൊടുക്കാനുള്ള അറ്റംപ്റ്റിന് ഒരുങ്ങുകയാണ്. അങ്ങനെ ഞാൻ 3ാമത്തെ വട്ടം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലേക്ക് പോയി. അങ്ങനെ ഏപ്രിൽ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ഒരു നോമ്പ് മൊത്തം ഞാൻ ഈ ഫംഗ്ഷൻ 3 പഠിക്കുകയാണ്. അപ്പോൾ നോമ്പും ഫംഗ്ഷൻ 3യും തറാവിയും ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് പ്രാർത്ഥിച്ച് മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പഠിച്ചാനായിട്ട് തരുമെന്നുള്ള. അങ്ങനെ ഫംഗ്ഷൻ 3 കൊടുക്കാൻ പോയി. ഈ ഓറൽസ് ഇത്ര ടഫാവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ ഒരു സിലബസ് ഉണ്ട്. നമുക്കത് നോക്കിയിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്ന ക്യാപ്റ്റന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറേ കൊല്ലം കപ്പലിൽ സെയിൽ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് അവരെ എക്സ്പീരിയൻസ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്കിതൊന്നും പറഞ്ഞോളാൻ പറ്റണം. നമ്മളവിടെ വായിച്ച അറിവ് പോലും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ തോൽപ്പിക്കാൻ ഒരു പണിയില്ല. അപ്പോൾ ഇവരെ ഒരു മൈൻഡ് സെറ്റും കൂടി വലിയൊരു ഫാക്ടറാണ് നമ്മൾ പാസ്സാവണതിൽ. അങ്ങനെ ഈ 3ാമത്തെ ഫംഗ്ഷൻ 3ാമത്തെ വട്ടം കൊടുക്കാൻ പോയപ്പോൾ ഒരു ദൈവദൂതനെ പോലത്തെ ഒരു എക്സ്റ്റേണൽ വന്ന് ആ പുള്ളിക്കാരൻ ഞാൻ പഠിച്ചത് അതുപോലെ ചോദിക്കാൻ തുടങ്ങി. ടപ്പയെന്ന് എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. അയാൾ എന്നോട് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ഒരു 40 മിനിറ്റോളം എന്നോട് ഈ ഒരൊറ്റ ഫംഗ്ഷൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് റാപ്പിഡ് ഫയർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കാൻ തുടങ്ങി. എല്ലാത്തിൻ്റെ ഉത്തരം എനിക്കറിയാം, എന്താണെന്നറിയില്ല, എല്ലാത്തിൻ്റെ ഉത്തരം എനിക്കും അറിയാൻ പറ്റി. അങ്ങനെ ഇൻറ്റേർണൽ വന്നിട്ട് എന്നെ ചോദിച്ചു, അപ്പം സാറേ ഈ എങ്ങനെ പെർഫോം ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരന്
എക്സ്റ്റേണലിന് ചോദിച്ച് സാർ ഇവൻ എങ്ങനെ പെർഫോം ചെയ്തെന്ന് വെച്ച്. അപ്പോൾ എക്സ്റ്റേണൽ പറഞ്ഞ് ഇവനെല്ലാം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഇൻറ്റേണൽ പറഞ്ഞ് ഓക്കെ എക്സ്റ്റേണൽ റെക്കമെൻഡ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ നിന്നെ കൺസിഡർ ചെയ്യാണ് എന്ന് പറഞ്ഞു. ആ റൂമിൽ നിന്ന് അൽഹംദുലില്ലാ എന്നും പറഞ്ഞിറങ്ങി. പിന്നെ ഞാനൊരു സ്വപ്നലോകത്തേനു കഴിഞ്ഞ് എൻ്റെ പ്രയാണം കഴിഞ്ഞു. അങ്ങനെ ഒരു തേർഡ് ഓഫീസറായ സന്തോഷത്തിൽ ഞാനൊരു വിൻഡോ സൈഡും ബുക്ക് ചെയ്ത് ട്രെയിനിൽ ചെവിയിലൊരു ഇയർഫോണും വെച്ച് നല്ല കുറച്ച് പാട്ടും വെച്ച് ജനലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പുറത്തോട്ട് നോക്കി എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ചിരിച്ച് വന്ന് കോഴിക്കോട് വരെ. വീട്ടിലെത്തിയപ്പോൾ അതാ സന്തോഷം ഡബിളാക്കാൻ വേണ്ടി ഫാമിലി എല്ലാവരും കൂടി ഒരു കേക്കൊക്കെ റെഡിയാക്കി വെച്ച് ഒരു സർപ്രൈസ് പാർട്ടിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഡബിൾ ഹാപ്പിനെസ് ഒന്നും കൂടി ഡബിളായി. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ COCക്ക് ഞാൻ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 3 ആഴ്ചയോളം എടുത്ത് സാധനം എൻ്റെ കയ്യിൽ കിട്ടാൻ. 3 ആഴ്ച അല്ല, ഏകദേശം ഒരു മാസം എടുത്ത്. മെയ് 13 COC വീട്ടിലെത്തി. ആ മെയ് 13 ചെയ്ത അൺബോക്സിങ് വീഡിയോ ആണ് ആദ്യം നിങ്ങളെല്ലാവരും ഞാൻ കാണിച്ചത്. അപ്പം ഇതാണ് എൻ്റെ COCൻ്റെ പിന്നിലെ കഥ. എനിക്കറിയാം ഭയങ്കര ലോങ് ആയിട്ടുണ്ടെന്ന്. അപ്പം താല്പര്യമുള്ളവർ കേട്ടാലും കണ്ടാലും മതി. എന്തായാലും എനിക്കിതെന്തായാലും ഷെയർ ചെയ്യണം തോന്നി എല്ലാവരോടും. പിന്നെ ചിലർക്കൊന്നും എന്തായാലും ഇത് ഉപകാരപ്പെടാണ്ട് നിൽക്കില്ല. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും പാത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ തന്നെ ഞാൻ ഓറൽസിലാണൊന്ന് സ്റ്റക്കായത്. റിട്ടേൺസൊക്കെ എൻ്റെ ചടപടയെന്ന് കഴിഞ്ഞുണ്ട്. പക്ഷെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് റിട്ടേൺസിൽ ലോക്കായി കിടക്കുന്നവരുണ്ട്. റിട്ടേൺസ് 6 പേപ്പർ റിട്ടേൺസ് ഉണ്ട്. അതിൽ ഒരു പേപ്പർ തന്നെ 3 വട്ടം എഴുതിയിട്ടും കിട്ടാത്തവരും 1-ൽ കൂടുതൽ വട്ടം ഓരോ പേപ്പർ എഴുതേണ്ടി വരുന്നവരുണ്ട്. പിന്നെ അതേപോലെ ഓറൽസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 2 ഓറൽസ് ഒറ്റയടിക്ക് കിട്ടുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പാത്ത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാത്ത് നമ്മൾ വേറെ ആരും വെച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. എല്ലാവരുടെ പാത്തും ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും വിധിച്ചത് ഓരോന്നായിരിക്കും. പക്ഷെ എല്ലാവരും നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം എല്ലാവരും അത് അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾ അതിന് വേണ്ടിയിട്ട് അത്രയ്ക്ക് പരിശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉറപ്പാണ്. അത് 100% അല്ല 110% ഉറപ്പാണ്. നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടോ അതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മൾ എഫേർട്ട് ഇട്ട പിറ്റേന്ന് തന്നെ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മുടെ ഒരു എഫേർട്ട് പാഴായി പോകില്ല. അതൊക്കെ നമുക്ക് തന്നെ തിരിച്ചു വരും. അതിൻ്റെ ഒക്കെ റിസൾട്ട് അത് എനിക്ക് അനുഭവം കൊണ്ട് എനിക്ക് പറയാം, അത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ 33 മിനിറ്റ് ഇത്ര ഏകദേശം 1/2 മണിക്കൂർ കൂടുതലായി ഈ വീഡിയോ. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ബൈ.